നമസ്കാരം, ഞാൻ ഷാരി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചുങ്കത്ത് ജ്വല്ലറി. എരുമപ്പെട്ടി നെല്ലുവായിൽ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. നെല്ലുവായി സ്വദേശികളായ അഖിലേഷ്, മനു എന്നിവരാണ് മരിച്ചത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ പൊട്ടിത്തെറി, 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ സ്ത്രീയുടെ ഇടത് പാദം അറ്റു. LDF പ്രതിഷേധത്തെ തുടർന്ന് പുതുക്കാടും കേച്ചേരിയിലും നിശ്ചയിച്ചിരുന്ന പരിപാടികൾ മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രി എത്തില്ലെന്നുറപ്പായതോടെ പ്രതിഷേധ മാർച്ച് നടത്തിയ സമരക്കാർ പിരിഞ്ഞുപോയി. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ 2ഇടത്തും വൻ പോലീസ് സന്നാഹം. പാലയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രം സന്ദർശിക്കാനെത്തിയ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ലൈംഗിക അരാജകത്വവും അധാർമികതയും നടമാടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മാർ ജോർജ് ആലഞ്ചേരി. വാർത്തകൾ വിശദമായി. എരുമപ്പെട്ടി നെല്ലുവായിൽ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. നെല്ലുവായി മുണ്ടൻകോട് കോളനിയിൽ കുളപ്പുറത്ത് വീട്ടിൽ ചന്ദ്രന്റെ മകൻ 22 വയസ്സുള്ള അഖിലേഷ്, തിച്ചിപ്പറമ്പിൽ മണിയുടെ മകൻ 25 വയസ്സുള്ള മനു എന്നിവരാണ് മരിച്ചത്. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. എരുമപ്പെട്ടിയിൽ നിന്നും നെല്ലുവായിലെ വിവാഹ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബൈക്ക് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഇതേ വിവാഹ വീട്ടിൽ നിന്നും വന്നിരുന്ന ട്രാവലറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ട്രാവലറിനടിയിൽ കുടുങ്ങിയ യുവാക്കളെ നാട്ടുകാർ ചേർന്ന് മുളങ്ങുന്നതാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ പൊട്ടിത്തെറി, 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിനിയുടെ ഇടത് പാദം അറ്റു. സിനിമാ ഷൂട്ടിങ്ങിനായി പഴയ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഴയ സ്റ്റേഷൻ കോമ്പൗണ്ടും സ്റ്റേഷനും ഒരു പുരുഷനും 3 സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ വൃത്തിയാക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി നടന്നത്. പഴയ സ്റ്റേഷന്റെ ലോക്കപ്പിൽ സൂക്ഷിച്ചിരുന്ന ബോട്ടിന്റെ യമഹ എഞ്ചിൻ എടുത്തു മാറ്റുന്നതിനിടെയാണ് വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായത്. പഴയ പോലീസ് സ്റ്റേഷനിൽ തൊണ്ടി മുതലായി സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റും ഗ്യാസ് സിലിണ്ടർ കുറ്റികളും ഉണ്ടായിരുന്നുവെങ്കിലും ഇതിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരും പരാതിക്കാരുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പൊട്ടിത്തെറിയിൽ സ്റ്റേഷന്റെ വാർപ്പും ചുമരും മേൽക്കൂരയും തകർന്നു വീണു. പോലീസിനുള്ള മെസ് പ്രവർത്തിക്കുന്നതും ഈ പഴയ കെട്ടിടത്തിലാണ്. സ്ഫോടന സമയത്ത് പുരുഷനും 2 സ്ത്രീകളുമാണ് പഴയ സ്റ്റേഷന്റെ അകത്ത് ഉണ്ടായിരുന്നത്. യമഹ എഞ്ചിൻ പൊട്ടിത്തെറിക്കാനുണ്ടായ കാരണം ഇനിയും വ്യക്തമല്ല. പുകവലിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറി നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം. ചെയർപേഴ്സൺ CAC സുന്ദരനും തൃശൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സ്ത്രീയെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റ് 2 പേരുടെ പരിക്ക് ഗുരുതരമല്ല. LDF പ്രതിഷേധത്തെ തുടർന്ന് പുതുക്കാട് നിശ്ചയിച്ചിരുന്ന പരിപാടി മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടി തടയാനെത്തിയവർ ഏറെ നേരം കാത്തുനിന്ന ശേഷം പിരിഞ്ഞുപോയി. പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ തുറവ് ബ്രാഞ്ച് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ സോളാർ വിഷയത്തിൽ രാജിവെക്കാത്ത സാഹചര്യത്തിൽ കരിങ്കൊടി കാട്ടാനും പൊതുപരിപാടികൾ തടയാനുമുള്ള LDF നീക്കം ശക്തമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി എത്താതിരുന്നത്. 100 കണക്കിന് LDF പ്രവർത്തകർ കരിങ്കൊടിയുമായി മുഖ്യമന്ത്രിയെ തടയാൻ പുതുക്കാട് ജംഗ്ഷനിൽ തടിച്ചുകൂടിയിരുന്നു. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തിയിരുന്നു. റൂറൽ SP അജിത ബീഗം, DYSP TK തോമസ് എന്നിവരുടെ കീഴിൽ ജലപീരങ്കി അടക്കമുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിരുന്നു. ചടങ്ങിനെത്തിയ നേതാക്കന്മാരുടെ വാഹനങ്ങൾ LDF പ്രവർത്തകർ കൂക്കുവിളിച്ചും ബഹളമുണ്ടാക്കിയുമാണ് കടത്തിവിട്ടത്. മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ പ്രകടനം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് മുന്നറിയിപ്പ് വന്നു. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സഹകരണ ബാങ്കിന്റെ ശാഖ ഉദ്ഘാടനം നടത്തിയെന്നുറപ്പായതോടെ പ്രതിഷേധ മാർച്ച് നടത്തി സമരക്കാർ പിരിഞ്ഞു പോകുകയായിരുന്നു. ചടങ്ങ് റദ്ദാക്കിയെങ്കിലും മുഖ്യമന്ത്രി ദേശീയപാതയിലൂടെ കടന്നുപോയാൽ തടയാമെന്ന പ്രതീക്ഷയോടെ കാത്തുനിന്ന പ്രവർത്തകരെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയാണ് നേതാക്കൾ പിരിച്ചുവിട്ടത്. പ്രതിഷേധ പരിപാടിക്ക് CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TA രാമകൃഷ്ണൻ, വർഗീസ് കണ്ടംകുളത്തി, സെക്രട്ടേറിയറ്റ് അംഗം KK രാമചന്ദ്രൻ, MLA-മാരായ BD ദേവസി, C രവീന്ദ്രനാഥ് എന്നിവർ നേതൃത്വം നൽകി. കേച്ചേരിയിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന പൊതുപരിപാടിക്ക് വൻ പോലീസ് സന്നാഹം. കനത്ത പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അവസാന നിമിഷം മുഖ്യമന്ത്രി പരിപാടി ഉപേക്ഷിച്ചു. കേച്ചേരി ത്രിവേണി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിനാണ് വൻ പോലീസ് സന്നാഹം സജ്ജമാക്കിയിരുന്നത്.
ഡിവൈഎസ്പിമാരായ കെ രവീന്ദ്രൻ, ഷാജി സുഗുണൻ എന്നിവരുടെ നേതൃത്വത്തിൽ 5 CIമാർ, 25 SIമാർ, 300-ലേറെ പോലീസ് സേനാംഗങ്ങൾ എന്നിവരാണ് മുഖ്യമന്ത്രിക്ക് സംരക്ഷണം ഒരുക്കാൻ കാത്തുനിന്നത്. മുഖ്യമന്ത്രിയെ കാത്ത് നൂറുകണക്കിന് ഇടതുമുന്നണി പ്രവർത്തകരും സ്ഥലത്ത് തമ്പടിച്ചിരുന്നു. ഖദർദാരികളായ ഓരോ കോൺഗ്രസ് നേതാവും സ്ഥലത്തെത്തുമ്പോഴും ഇടതുമുന്നണി പ്രവർത്തകർ കൂക്കുവിളികളോടെയാണ് വരവേറ്റത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും തിരക്കേറിയ തൃശൂർ കുന്നംകുളം റോഡിൽ സമരക്കാരും പോലീസും അണിനിരുന്നതോടെ വാഹന ഗതാഗതം പലപ്പോഴും തടസ്സപ്പെട്ടു. ഏറെ നേരം കാത്തുനിന്ന് മുദ്രാവാക്യം മുഴക്കിയ ഇടതുമുന്നണി പ്രവർത്തകർ മുഖ്യമന്ത്രി എത്തുന്നില്ലെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രകടനം നടത്തി പിരിഞ്ഞുപോയി. ഇടതുമുന്നണി നേതാക്കളായ NR ബാലൻ, ബാബു M പാലശ്ശേരി MLA, M ബാലാജി, TK വാസു, CL സൈമൺ, TA മുഹമ്മദ് ഷാഫി എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തുടർന്ന് കേച്ചേരി സെന്ററിൽ യോഗവും നടത്തി. മാർത്തോമാ ശ്രീഹായുടെ പാദസ്പർശത്താൽ പവിത്രമായ പാലയൂരിന്റെ പുണ്യഭൂവിലേക്ക് സീറോ മലബാർ സഭയുടെ മേലാധ്യക്ഷന്മാർ വിശ്വാസ തീർത്ഥാടകരായെത്തി. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ നേതൃത്വത്തിൽ ടെമ്പോ ട്രാവലറിലെത്തിയ 27 സഭാ മേലാധ്യക്ഷന്മാരെയും ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, മാർ ജേക്കബ് തൂങ്കുഴി, മാർ റാഫേൽ തട്ടിൽ, തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ജോൺ അയ്യങ്കാരയിൽ, ട്രസ്റ്റിമാർ, ആത്മായർ, അനസ്ത്യർ എന്നിവർ ചേർന്ന് തീർത്ഥകേന്ദ്രം കവാടത്തിൽ സ്വീകരിച്ചു. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും പേപ്പൽ പതാകയുടെയും അകമ്പടിയോടെ മേലാധ്യക്ഷന്മാർ ദേവാലയത്തിലെത്തി. പിന്നീട് പൗരാണിക കുരിശടിയിൽ ബിഷപ്പുമാർ തിരിതെളിയിച്ചു. മുഴുവൻ ബിഷപ്പുമാരും പങ്കെടുത്ത ദിവ്യബലിക്ക് ശേഷം ആഗോള കത്തോലിക്ക സഭയുടെ വിശ്വാസ വർഷാചരണത്തിന്റെ ഭാഗമായി വിശ്വാസ കൈമാറ്റ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തീർത്ഥകേന്ദ്രത്തിലെ ചരിത്ര സ്മാരകങ്ങൾ ബിഷപ്പുമാർ സന്ദർശിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായി. ലൈംഗിക അരാജകത്വവും അധാർമികതയും നടമാടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. സീറോ മലബാർ സഭ മേലാധ്യക്ഷന്മാർ പാലയൂരിലേക്ക് നടത്തിയ വിശ്വാസ തീർത്ഥാടനത്തിന്റെ ഭാഗമായി ദിവ്യബലിയർപ്പിച്ച വചന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. അടിച്ചുപൊളിക്കുന്നതിന് പകരം ആഘോഷങ്ങളിൽ മിതത്വം പാലിക്കണം. ക്രൈസ്തവ ജീവിതത്തിന്റെ ആത്മനിയന്ത്രണം പകർന്നു നൽകുന്ന ആത്മീയ നേതൃത്വവും ഉണ്ടാകണം. മനുഷ്യന്റെ ലക്ഷ്യം എങ്ങനെയും പണം ഉണ്ടാക്കുന്നതായി മാറിയിരിക്കുകയാണ്. ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള സുഖ സൗകര്യങ്ങളുള്ള ജീവിതശൈലിയിലേക്ക് എല്ലാവരും മാറി. ഇന്നത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന മനോഭാവത്തിന്റെ മാറ്റം വരുത്തണമെന്നും മാനസാന്തരവും നവീകരണവും ഉണ്ടാകണമെന്നും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. തളിക്കുളത്ത് തിയേറ്ററിൽ സിനിമ കാണുന്നതിനിടെ മധ്യവയസ്കൻ ഹൃദയാഘാതം മൂലം മരിച്ചു. പെരിങ്ങോട്ടുകര പൈനൂർ സ്വദേശി വെള്ളേക്കാട്ട് 55 വയസ്സുള്ള ദേവദാസാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് തളിക്കുളം കാർത്തിക തിയേറ്ററിലാണ് സംഭവം. മാറ്റ്നി ഷോ കഴിഞ്ഞ് തിയേറ്ററിൽ പരിശോധന നടത്തുകയായിരുന്ന ജീവനക്കാരനാണ് ഇയാളെ മരിച്ച നിലയിൽ ബാൽക്കണിയിലെ സീറ്റിൽ കണ്ടെത്തിയത്. വാടാനപ്പള്ളി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനെത്തിയ ആക്സ് പ്രവർത്തകരെ തിയേറ്റർ ജീവനക്കാരൻ തടഞ്ഞതായി പറയുന്നു. MLA എത്തിയാൽ മാത്രമേ ഇയാളെ കൊണ്ടുപോകാൻ അനുവദിക്കൂ എന്ന് ജീവനക്കാരൻ ശഠിച്ചു. തർക്കത്തിനൊടുവിൽ ആക്സ് പ്രവർത്തകർ ബലം പ്രയോഗിച്ച് ഇയാളെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും നേരത്തെ മരണം സംഭവിച്ചതായി ഡോക്ടർ സ്ഥിരീകരിച്ചു. ഗുരുവായൂർ ആനത്താവളത്തെ ഒരു ദിവസം മുഴുവൻ ഭീതിയുടെ നിഴലിൽ നിർത്തിയ കൊമ്പൻ ശ്രീധരനെ തളച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മാലിന്യം നീക്കാനെത്തിയ വാഹനങ്ങളുടെ ശബ്ദം കേട്ട് പേടിച്ചതിനെ തുടർന്ന് ഇടഞ്ഞ കൊമ്പൻ ശ്രീധരനാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 വരെ ആനത്താവളത്തെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയത്. മദപ്പാടിൽ തളച്ചിരുന്ന കൊമ്പൻ വാഹനങ്ങൾക്ക് നേരെ കുതിച്ചതിനാൽ മുൻകാലിലെ ചങ്ങല പൊട്ടുകയും കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ശനിയാഴ്ച വൈകിട്ട് 4-ന് തളച്ച കൊമ്പൻ രാത്രി 7:30 വീണ്ടും ഇടഞ്ഞു. മുൻകാലിൽ ബന്ധിച്ചിരുന്ന വടത്തിന്റെ കുരുക്കഴിയുകയും ഈ കുരുക്ക് തുമ്പിയിൽ കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനാൽ ആന കൂടുതൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ആനയെ തളയ്ക്കാൻ പാപ്പാന്മാർ കിണഞ്ഞ് പരിശ്രമിച്ചെങ്കിലും ഉച്ചയോടെയാണ് 4 കാലുകളും വടമുപയോഗിച്ച് ബന്ധിപ്പിച്ച് ആനയെ പൂർണ്ണമായും വരുതിയിലാക്കാനായത്. ആന വരുതിയിലാകാത്തതിനെ തുടർന്ന് മയക്കുവെടിവെക്കാനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും വെടിവെച്ചാലുള്ള വെപ്രാളത്തിനിടയിൽ ആന ബലക്കുറവുള്ള ഒറ്റച്ചങ്ങലയും പൊട്ടിക്കുമോ എന്ന ഭയത്താൽ തീരുമാനം ഉപേക്ഷിക്കുകയായിരുന്നു. ആന അക്രമാസക്തനാകുമെന്ന ഭയത്താൽ ആനത്താവളത്തിലേക്ക് സന്ദർശകരെ അനുവദിച്ചിരുന്നില്ല.
ഞായറാഴ്ചയായതിനാൽ നൂറുകണക്കിന് പേരാണ് ആനത്താവളത്തിലെത്തി മടങ്ങിയത്. എന്നാൽ മാധ്യമപ്രവർത്തകരെയടക്കം ആനത്താവളത്തിനകത്ത് കയറ്റാതിരുന്നത് മൂന്നാമുറ പ്രയോഗത്തിലൂടെ ആനയെ തളയ്ക്കാനായിരുന്നുവെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട്. ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ആനത്താവളത്തിന് പുറത്തുനിന്ന് ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചിരുന്നത് തടയാൻ മുന്നിൽ ആനകളെ കൊണ്ടുവന്ന് തടസ്സം സൃഷ്ടിച്ചിരുന്നു. മറ്റ് ആനകളെ നിർത്തിയും തുണിക്കെട്ടിയും മറ സൃഷ്ടിച്ചാണ് ആനയെ മർദ്ദിച്ചിരുന്നത്. TCV ന്യൂസ്, ഗുരുവായൂർ. കൊമ്പൻ ശ്രീധരനെ വലിയ കോലും മുളവടിയും വടങ്ങളും കൊണ്ട് ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ ഗുരുവായൂർ ആനത്താവളം അടച്ചിട്ടതിനാൽ അന്യസംസ്ഥാനത്ത് നിന്നെത്തിയവരടക്കമുള്ള സന്ദർശകർക്ക് നിരാശരായി മടങ്ങേണ്ടി വന്നു. ആനത്താവളത്തിലെ തുമ്പിക്കൈയിൽ വടം കുടുങ്ങിയ ആനയെ വരുതിയിലാക്കുന്നതിലെ ക്രൂരതകൾ പുറം ലോകം അറിയാതിരിക്കാനാണ് ആനത്താവളത്തിലെ ഉദ്യോഗസ്ഥർ ആനത്താവളം അടച്ചിട്ടത്. മാധ്യമപ്രവർത്തകരെ പോലും ആനത്താവളത്തിൽ പ്രവേശിപ്പിച്ചില്ല. ദേവസ്വത്തിലെ മേലുദ്യോഗസ്ഥരും ആനയെ പീഡിപ്പിക്കാൻ കൂട്ടുനിന്നതായി ആക്ഷേപമുണ്ട്. ആനത്താവളത്തിൽ കിഴക്ക് ഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് ആനയ്ക്ക് നേരെ പാപ്പാന്മാർ നടത്തുന്ന ക്രൂരതകൾ പകർത്തിക്കൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ തടസ്സപ്പെടുത്താൻ 2 ആനകളെ കൊണ്ടുവന്ന് തളച്ച് മറ സൃഷ്ടിക്കുകയും ചെയ്തു. ആനത്താവളം ഞായറാഴ്ച ഏതാണ്ട് പൂർണ്ണമായും അടച്ചിട്ടതോടെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് മടങ്ങിപ്പോയത്. ആനയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറം ലോകത്തെത്തുമെന്ന ആശങ്കയിലാണ് സുരക്ഷയുടെ പേര് പറഞ്ഞ് ആനത്താവളം അടച്ചിട്ടത്. കിഴക്കേ അറ്റത്ത് തളച്ചിട്ടുള്ള ആനയുടെ ഭാഗത്തേക്ക് ആളുകളെ കടത്തിവിടാതെ സന്ദർശകർക്ക് പ്രവേശനാനുമതി നൽകാമായിരുന്നിട്ടും ഉദ്യോഗസ്ഥർ സമ്മതിച്ചില്ല. നേരത്തെ നവനീത് കൃഷ്ണൻ എന്ന ആനയെ വിനോദസഞ്ചാരികൾക്ക് മുന്നിൽ വെച്ച് പീഡിപ്പിച്ചത് വിവാദമായ സാഹചര്യത്തിലാണ് ആനത്താവളം പൂർണ്ണമായി അടച്ചിടാൻ തീരുമാനിച്ചത്. നേരത്തെ ആനകൾ പീഡനത്തിനിരയായി മരിച്ച സംഭവത്തിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കേസുകൾ നിലവിലുണ്ട്. ആനയെ വടത്തിൽ തളച്ചിടരുതെന്ന ചട്ടമുണ്ടായിട്ടും മതപ്പാടിലുള്ള ആനയുടെ കാൽ വടത്തിൽ തളച്ചിട്ടതാണ് ശ്രീധരൻ എന്ന ആനയുടെ തുമ്പിക്കൈയിൽ വടം കുരുങ്ങാൻ കാരണമായത്. TCV ന്യൂസ്, ഗുരുവായൂർ. കടങ്ങോട് പഞ്ചായത്ത് 2ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി MH നൌഷാദിനെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തി നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്തയാളെ ലീഗ് പ്രവർത്തകർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ആദ്യകാല കോൺഗ്രസ് നേതാവും കടങ്ങോട് K കരുണാകരൻ ഫൗണ്ടേഷൻ ചെയർമാനുമായ PV മുത്തുവിനെയാണ് പോലീസിലേൽപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ച് ലീഗ് സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തിയുള്ള നോട്ടീസ് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞു മുതൽ പള്ളിമേപ്പുറം, പരപ്പ്, ചിറമനങ്ങാട്, ലക്ഷംവീട് എന്നിവിടങ്ങളിൽ വീടുകൾ തോറും വിതരണം ചെയ്യുകയായിരുന്നു. ഈ സമയം ലീഗ് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ചിറമനങ്ങാട് മേഖലയിൽ പര്യടനം നടത്തിയിരുന്നു. നോട്ടീസ് വിതരണം ശ്രദ്ധയിൽപ്പെട്ട പ്രവർത്തകർ ഇയാളെ തടഞ്ഞുവെക്കുകയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യുന്ന അഭ്യർത്ഥനകളിലും നോട്ടീസുകളിലും അച്ചടിച്ച പ്രസിന്റെ പേര് വെക്കണമെന്നാണ് ചട്ടം. എന്നാൽ CV മുത്തു വിതരണം ചെയ്ത നോട്ടീസിൽ അച്ചടിച്ച പ്രസിന്റെ പേര് ഉണ്ടായിരുന്നില്ല. തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയതിന്റെ പേരിൽ മുത്തുവിനെതിരെ കേസെടുത്ത് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി. ചില കോൺഗ്രസ് നേതാക്കളാണ് സംഭവത്തിന് പിറകിലെന്നും തന്നെ അപകീർത്തിപ്പെടുത്തി ജനസമ്മതി കുറയ്ക്കാൻ ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് കഴിയില്ലെന്നും ലീഗ് സ്ഥാനാർത്ഥി MH നൌഷാദ് പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ എനിക്കെതിരെ മാന്യമായി രാഷ്ട്രീയ ആരോപണങ്ങൾ നടത്താൻ കഴിയാത്തതിന്റെ പേരിൽ കോൺഗ്രസിന്റെ ചില നാണം കെട്ട നെറികെട്ട ചില നേതാക്കന്മാർ എല്ലാവരെയും അടിച്ചാക്ഷേപിച്ച് പറയുന്നില്ല. മാന്യന്മാർ കോൺഗ്രസ് പാർട്ടിയിൽ ഇന്നും കടങ്ങോട് പഞ്ചായത്തിലുണ്ട്. ചില നെറികെട്ട നേതാക്കന്മാരുടെ വിടുപടി ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സ്ഥാനാർത്ഥി പരാജയം വ്യക്തമായി ബോധ്യപ്പെട്ടപ്പോൾ അതേസമയം ആരോപണം കോൺഗ്രസ് നിഷേധിച്ചു. നോട്ടീസ് വിതരണവുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ വ്യക്തിയാണ് CV മുത്തുവെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PC ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയുമായി CV മുത്തു എന്ന് പറയുന്ന ആൾക്ക് കുലബന്ധം പോലുമില്ല. നൌഷാദ്, ലീഗിന്റെ നൌഷാദും മുത്തും തമ്മിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ അത് നമുക്കറിയില്ല. അത് ഇന്ന് നടന്ന വിഷയം കോൺഗ്രസിന് ബന്ധമുള്ളതല്ല. കോൺഗ്രസിന് യാതൊരു ഒരു തരത്തിലുള്ള ബന്ധവും മുത്തുവിന്റെ പ്രവർത്തനങ്ങളായി ഇല്ല. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഇടവേള. വീണ്ടും വാർത്തയിലേക്ക്. പുതുക്കാട് 580 നമ്പർ സർവീസ് സഹകരണ ബാങ്ക് തുറവ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. MP വിൻസെന്റ് MLA അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി KP വിശ്വനാഥൻ ലോക്കറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് KK നാരായണന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കർഷക അവാർഡ് വിതരണം MK പോൾസിനും ആദ്യ വായ്പാ വിതരണം ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അബ്ദുൾ സലാമും നിർവഹിച്ചു. കുടുംബശ്രീ സംഘങ്ങൾക്കുള്ള വായ്പ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ലിസി സെബാസ്റ്റ്യൻ വിതരണം ചെയ്തു. ബാങ്ക് സെക്രട്ടറി MK നാരായണൻ, പ്രസിഡന്റ് TV പ്രഭാകരൻ, വൈസ് പ്രസിഡന്റ് KJ ഷാജു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ഹരി തുടങ്ങിയവർ സംസാരിച്ചു.
100 കോടി രൂപയിൽ കൂടുതൽ നിക്ഷേപമുള്ള ആദ്യത്തെ സൂപ്പർ ഗ്രേഡ് സഹകരണ ബാങ്കായി പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിനെ പ്രഖ്യാപിച്ചു. വടക്കാഞ്ചേരി മംഗലത്ത് യുവതി വീടിനു മുന്നിൽ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ചെർപ്പളശ്ശേരി തൂത സ്വദേശിനി 28 വയസ്സുള്ള ഷാഹിനെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മംഗലം അമ്മനത്ത് വീട്ടിൽ സലീമിന്റെ വീട്ടുപടിക്കലായിരുന്നു സംഭവം. 50% പൊള്ളലേറ്റ യുവതിയെ വടക്കാഞ്ചേരി ഫയർഫോഴ്സ് എത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഫോണിലൂടെ പരിചയപ്പെട്ട സലീം തന്റെ കാമുകനാണെന്ന് പോലീസിന് യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം സലീം വിവാഹിതനുമാണ്. മുരിയാട് കായൽ മേഖലയിലെ തൊമ്മാന പാടശേഖരത്തിൽ വ്യാപകമായി മാലിന്യം തള്ളിയതായി പരാതി. തൊമ്മന ബണ്ടിലും സമീപത്തെ പാടശേഖരത്തിലുമാണ് വൻതോതിൽ ഭക്ഷണാവശിഷ്ടം ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. കോഴിക്കോട് പ്രവർത്തിക്കുന്ന പാരഗൺ കാറ്ററിംഗ് യൂണിറ്റിന്റെ പേരിലുള്ള കവറുകളാണ് 2 ലോഡ് മാലിന്യത്തിൽ കാണപ്പെട്ടത്. സംഭവത്തിൽ കാറ്ററിംഗ് ഉടമകൾക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. കുന്നംകുളത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന് നേരെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം. ഓഫീസിലെ കൊടിമരവും കിണറിന്റെ തുടിക്കാലും വാഴകളും നശിപ്പിച്ചു. ഓഫീസ് വരാന്തരയിൽ മദ്യക്കുപ്പികൾ പൊട്ടിച്ചെറിഞ്ഞിട്ടുണ്ട്. ഈ മാസം 13 നഗരത്തിൽ CPM പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘട്ടനം നടന്നപ്പോഴും ഓഫീസിന് നേരെ അക്രമം നടന്നതായി മണ്ഡലം പ്രസിഡന്റ് KV ഗീവർ ആരോപിച്ചു. ഓഫീസിന് നേരെ അടിക്കടി ഉണ്ടാകുന്ന ആക്രമണത്തിൽ കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ഗീവർ ആവശ്യപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. ഇരിങ്ങാലക്കുട കാരക്കുളങ്ങര ക്ഷേത്രത്തിൽ 101 അംഗ സഭ നിർമ്മിച്ച തേവർക്കൊരു ഊട്ടുപുര സമർപ്പണം ദേവസ്വം വകുപ്പ് മന്ത്രി VS ശിവകുമാർ നിർവഹിച്ചു. തോമസ് ഉണ്ണിയാടൻ MLA അധ്യക്ഷനായിരുന്നു. ഡോക്ടർ EP ജനാർദ്ദനൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MP ഭാസ്കരൻ നായർ, CA സുന്ദർ മേനോൻ, നഗരസഭാ ചെയർപേഴ്സൺ ബെൻസി ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് YMCA സോഷ്യൽ ആക്ഷന്റെ നേതൃത്വത്തിൽ സെമിനാറും തീരദേശ മെഡിക്കൽ ക്യാമ്പും നടത്തി. KV അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ജസ്റ്റിൻ പോൾ, ഡോക്ടർ TT പോൾ, KM ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായി. ഗുരുവായൂർ തിരുവെങ്കിടാചലപതി ക്ഷേത്ര സമിതിയുടെയും ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവെങ്കിടാചലപതി ക്ഷേത്രം മുൻ പ്രസിഡന്റ് രാമചന്ദ്ര വാര്യർ അനുസ്മരണം നടത്തി. ഗീതാ ഗോപി MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് GK രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ അതിഥിയായിരുന്നു. പ്രഭാകരൻ മണ്ണൂർ, ഗുരുവായൂർ, ചന്ദ്രൻ ചങ്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അനുഭവങ്ങൾ പകർന്നു നൽകിയ കരുത്തിൽ അടിച്ചമർത്തപ്പെട്ടവന്റെ കണ്ണീരും വിയർപ്പും ആത്മനൊമ്പരങ്ങളും പ്രമേയമാക്കി ഡേവിസ് മരോട്ടിച്ചാൽ പുറത്തിറക്കിയ കവിതാ സമാഹാരമാണ് ഹൃദയാക്ഷരങ്ങൾ എന്ന ഓഡിയോ CD. ഇരുളിന്റെയും ദാരിദ്ര്യത്തിന്റെയും പടുകുഴിയിൽ നിന്ന് അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഡേവിസിന്റെ വരികളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പുത്തൂർ പഞ്ചായത്തിലെ മരോട്ടിച്ചാലിൽ കുളങ്ങര വീട്ടിൽ അന്തോണി മറിയം ദമ്പതികളുടെ 5 മക്കളിൽ ഒന്നാമനായിട്ടായിരുന്നു ഡേവിസിന്റെ ജനനം. 10 വയസ്സ് മുതൽ പ്രമേഹമെന്ന അസുഖം കൂടി ഡേവിസിനെ കാർന്നു തിന്നുവാൻ തുടങ്ങിയതോടെ പഠനം 8ാം ക്ലാസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. മരോട്ടിച്ചാലിലുള്ള വീട്ടിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തുള്ള മാന്നാമംഗലം സ്കൂൾ വരെ നടന്നു പോകുവാൻ ഡേവിസിൻ്റെ ശരീരം അനുവദിച്ചിരുന്നില്ല. സ്കൂളിലെത്തും മുൻപേ തളർന്നു വീഴ്ച സ്ഥിരമായതോടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നം വേദനയോടെ വിസ്മരിക്കേണ്ടി വന്നു. കൂലിവേല ചെയ്ത് കിട്ടുന്ന വേതനം ഡേവിസിൻ്റെ ചികിത്സകൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നതോടെ കുടുംബത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒഴിയാബാധയായി തീർന്നു. തുടർന്ന് വീടിൻ്റെ ഇരുട്ടറയിൽ ജീവിതം തള്ളി നീക്കുമ്പോൾ പുസ്തകങ്ങളെ കൂട്ടുപിടിച്ചതായിരുന്നു ഡേവിസിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവ്. അക്ഷരങ്ങളെ പ്രണയിച്ച് ഡേവിസ് ഏകാന്തത മാറ്റാനായി എഴുത്തിൻ്റെ ലോകത്തേക്ക് തിരിയുകയായിരുന്നു. നാട്ടിലെ മാഗസിനുകളിലൂടെ എഴുത്തു തുടങ്ങിയ ഡേവിസ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന SC/ST പ്രസിദ്ധീകരണമായ പടവുകൾ എന്ന മാസികയിലെ സ്ഥിരം എഴുത്തുകാരനായി മാറുകയായിരുന്നു. പിന്നീടാണ് കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കവിതയും സംഗീതവും ഇഴചേർത്തുകൊണ്ട് ഹൃദയാക്ഷരങ്ങൾ എന്ന ഓഡിയോ CD പുറത്തിറക്കുന്നത്. 6 വ്യത്യസ്ത പ്രമേയങ്ങളുമായി പുറത്തിറങ്ങുന്ന ഹൃദയാക്ഷരങ്ങൾ എന്ന കവിതാ സമാഹാരം ഓരോ മലയാളിയുടെയും ഹൃദയവായ്പകൾ തന്നെയാണ്. പുത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മരോട്ടിച്ചാൽ, തമ്പുരാട്ടിമൂല, ഉരുളൻകുന്ന് എന്നീ ആദിവാസി കോളനികളിലെ പ്രമോട്ടറാണ് ഇപ്പോൾ ഡേവിസ്. ഭാര്യ റോസലിയും മക്കളായ സോണിയ, സിൻജോ, ഡിക്സോ എന്നിവരും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. KL ആൻ്റണി, CV പാപ്പച്ചൻ, തൃശൂർ കൃഷ്ണകുമാർ, PT രമ, മരിയ ആൻ്റണി, S ശ്രീരാഗ് എന്നിവർ
പശ്ചാത്തല സംഗീതത്തിനും ആലാപനങ്ങൾക്കുമായി നൽകിയ നിസ്വാർത്ഥ സേവനമാണ് ഈ ഓഡിയോ CD-ക്ക് പ്രചോദനമായതെന്ന് ഡേവിസ് നന്ദിയോടെ ഓർക്കുന്നു. ബാലാരിഷ്ടതകൾ പിന്നിട്ട ഡേവിസിനെ യൗവനത്തിലും ഹൃദയത്തിൽ ബ്ലോക്ക് വന്നതുമൂലം വീണ്ടും കഷ്ടപ്പെടുത്തി. 2008 നടത്തിയ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പിടിപെട്ട ന്യൂമോണിയ മൂലം 36 ദിവസമാണ് മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നത്. മരണത്തോട് പലവട്ടം പൊരുതി അക്ഷരങ്ങളെ കൂടുതൽ പ്രണയിച്ച ഈ കവി തൻ്റെ കവിതാ സമാഹാരം പുസ്തക രൂപത്തിൽ ഇറക്കുവാനുള്ള ശ്രമത്തിലാണിപ്പോൾ. TCB ന്യൂസ്, പുതുക്കാട്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി ദീപുരാജ്. പ്രധാന വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. എരുമപ്പെട്ടി നെല്ലുവയൽ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. നെല്ലുവയ സ്വദേശികളായ അഖിലേഷ്, മനു എന്നിവരാണ് മരിച്ചത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ പൊട്ടിത്തെറി, 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ സ്ത്രീയുടെ ഇടതുപാദം അറ്റു. LDF പ്രതിഷേധത്തെ തുടർന്ന് പുതുക്കാടും കേച്ചേരിയിലും നിശ്ചയിച്ചിരുന്ന പരിപാടികൾ മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രി എത്തില്ലെന്ന് ഉറപ്പായതോടെ പ്രതിഷേധ മാർച്ച് നടത്തിയ സമരക്കാർ പിരിഞ്ഞുപോയി. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ 2 വൻ പോലീസ് സന്നാഹം. പാലിയൂർ മാർത്തോമ തീർത്ഥകേന്ദ്രം സന്ദർശിക്കാനെത്തിയ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ലൈംഗിക അരാജകത്വവും അധാർമികതയും നടമാടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മാർ ജോർജ് ആലഞ്ചേരി. കൂടുതൽ ഗ്രാമവാർത്തകളിലേക്ക്. കുന്നംകുളം പെരുമ്പിലാവിൽ 3.5 വയസ്സുള്ള കുട്ടികളുൾപ്പെടെ 5 പേർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. കടിച്ചത് പേപ്പട്ടിയാണെന്ന് സംശയം. പരിക്കേറ്റവരെ മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവ് ചോല ചെമ്പകത്ത് വീട്ടിൽ രാജൻ്റെ 3.5 വയസ്സുള്ള മകൻ അതിൽ കൃഷ്ണ, ഭാര്യ സരിത, പണിക്ക് വീട്ടിൽ ഗഫൂറിൻ്റെ മകൻ ഷംനാദ്, പറവൂർ ചൂണ്ടലത്ത് പ്രദീപിൻ്റെ മകൾ പ്രവീണ, പരുവക്കുന്ന് ചാണ്ടിപ്പുറത്ത് നജീമിൻ്റെ മകൻ സുഹ എന്നിവർക്കാണ് പരിക്കേറ്റത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന അതിൽ കൃഷ്ണയെയാണ് ആദ്യം കടിച്ചത്. കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മാതാവിനും കടിയേറ്റു. തുടർന്ന് പരുവക്കാട് മേഖലയിലുള്ളവരെയും ആക്രമിക്കുകയായിരുന്നു. 2 ആഴ്ച മുമ്പും ഈ മേഖലയിൽ പട്ടിയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റിരുന്നു. നാട്ടുകാർ പഞ്ചായത്തിൽ പരാതി നൽകി. മുഖ്യമന്ത്രിയെ പുതുക്കാട് കരിങ്കുടി കാണിക്കാനെത്തിയ LDF പ്രവർത്തകർ UDF വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതായും ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ കാർ തല്ലി തകർത്തതായും പരാതി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് EA ഓമനയെയും കൂടെയുണ്ടായിരുന്ന 3 പേരെയുമാണ് 15 പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത്. പുതുക്കാട് ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് വെച്ചാണ് ഇവർക്കെതിരെ ആക്രമണമുണ്ടായത്. പ്രസിഡന്റ് ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഇവർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. സംഭവത്തിൽ CPM പാഴായി ബ്രാഞ്ച് സെക്രട്ടറി സൂരജ് ഉൾപ്പെടെ 9 പേർക്കെതിരെ കേസെടുത്തു. മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധവുമായി കാത്തുനിന്നവരാണ് അതുവഴി വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം TJ സനീഷ് കുമാറിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം നടത്തിയത്. സനീഷ് കുമാർ സ്റ്റേഷനിലെത്തി പരാതി നൽകി. തൃക്കൂർ സ്വദേശികളായ DYFI പ്രവർത്തകർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. ചേംബർ ഓഫ് പ്രസിഡന്റ് KP സാക്സൺ അധ്യക്ഷനായിരുന്നു. CPI ബേബി മെമ്മോറിയൽ സ്കോളർഷിപ്പ് വിതരണവും അപ്പാർട്ട്മെൻറ്റിൻ്റെ ശിലാസ്ഥാപനവും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ നിർവഹിച്ചു. ധർമ്മസ്ഥാപനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായ വിതരണവും ആദ്യകാല നേതാക്കളുടെ ഫോട്ടോ അനാച്ഛാദനവും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത് നിർവഹിച്ചു. മുൻകാല വ്യാപാരികൾക്കുള്ള പെൻഷൻ പദ്ധതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായം, മരണാനന്തര സഹായം എന്നിവയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA അസി, PI ജോസ്, KT അബ്ദു, മിനി മോൻസി, സാംജോയ് എന്നിവർ സംസാരിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്ത് ബസ്സും കാറും ബൈക്കുകളും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ഗുരുതരമായി പരിക്കേറ്റു. മേച്ചേരിപ്പടി വെങ്കടങ്ങ് വീട്ടിൽ ഹരിദാസൻ മകൻ വിനീഷിനാണ് പരിക്കേറ്റത്. വിനീഷിനെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാറിൽ പുറകെ വന്നിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ഒരു ബൈക്ക് പൂർണ്ണമായും തകർന്നു. അന്തിക്കാട് പോലീസ് കേസെടുത്തു. തൈക്കാട് NSS കരയോഗത്തിൽ ആരംഭിച്ച ഹ്യൂമൻ റിസോഴ്സ് സെല്ലിൻ്റെ ഉദ്ഘാടനം ഗുരുവായൂർ നഗരസഭ ചെയർമാൻ TT ശിവദാസൻ നിർവഹിച്ചു. കരയോഗം പ്രസിഡന്റ് വേണുഗോപാൽ ചാഴൂർ അധ്യക്ഷനായിരുന്നു. താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ N രാജശേഖരൻ മുഖ്യാതിഥിയായിരുന്നു. കൗൺസിലർ ബിന്ദു പുരുഷോത്തമൻ, K മുരളീധരൻ, KK ജയറാം തുടങ്ങിയവർ സംസാരിച്ചു. 14-ാം വാർഡിൽ പഞ്ചായത്ത് അംഗം വികസന പ്രവർത്തനം നടത്തുന്നില്ലെന്നാരോപിച്ച് മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഗൾഫിൽ കഴിയുന്ന വാർഡംഗം രാജിവെക്കണമെന്ന് കമ്മിറ്റി ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന പൊതുയോഗം DCC ജനറൽ സെക്രട്ടറി CI സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MB സയ്യിദ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. PK രാജൻ കടവിൽ, മോഹൻ വാഴപ്പള്ളി, ക്ലമൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു.
പാറമേക്കാവ് അഗ്രശാലയിൽ നടക്കുന്ന HNC പുസ്തകമേളയോടനുബന്ധിച്ച് 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. ഉറൂബിൻ്റെ സ്ത്രീ കഥകൾ, അവൾ എന്നീ കഥാസമാഹാരങ്ങളാണ് പ്രകാശനം ചെയ്തത്. കഥാകൃത്ത് P. സുരേന്ദ്രൻ ഡോക്ടർ റോസി തമ്പിക്ക് പുസ്തകങ്ങൾ നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡോക്ടർ മിനി ആലീസ് പുസ്തകം പരിചയപ്പെടുത്തി. പുസ്തകമേള വ്യാഴാഴ്ച സമാപിക്കും. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് VK അബ്ദുൽ ഖാദറിന്റെ അധ്യക്ഷതയിൽ നടന്നു. വൈസ് പ്രസിഡന്റ് വത്സല രാധാകൃഷ്ണൻ, ഡയറക്ടർമാരായ ജോർജ് ആൻഡോ, AS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. DYFI ചാവക്കാട് വെസ്റ്റ് മേഖല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന PSC LDC സൗജന്യ കോച്ചിംഗ് ക്യാമ്പ് മണത്തല കാണംകോട്ട് സ്കൂളിൽ ആരംഭിച്ചു. KB അബ്ദുൽ ഖാദർ MLA ഉദ്ഘാടനം ചെയ്തു. KA നിഷാദ് അധ്യക്ഷനായിരുന്നു. AK സതിരത്നം, AR രാധാകൃഷ്ണൻ, KK മുബാറക് തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ചകളിൽ രാവിലെയാണ് ക്ലാസുകൾ നടത്തുന്നത്. കൊടുങ്ങല്ലൂർ താലൂക്ക് മൾട്ടിപർപ്പസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയ ഓഫീസിൻ്റെയും നിക്ഷേപ സമാഹരണത്തിൻ്റെയും ഉദ്ഘാടനം സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. സൊസൈറ്റി പ്രസിഡന്റ് ഷിബു വർഗീസ്, CS രവീന്ദ്രൻ, ഇന്ദിര രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൻ്റെ ഭാഗമായി മണത്തല വിവേകാനന്ദ ബാലഗോകുലം വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. മേൽശാന്തി MK ശിവാനന്ദൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രക്ഷാധികാരി KS അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. KA സംഗീത്, KJ കൃഷ്ണേന്ദു, UD വിനു എന്നിവർ നേതൃത്വം നൽകി. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി കുടുംബനാഥൻ ചികിത്സാ സഹായം തേടുന്നു. മറ്റത്തൂർ വാസുപുരം ചവറക്കാട്ടിൽ വിശ്വംഭരനാണ് സുമനസുകളുടെ സഹായം തേടുന്നത്. വിശ്വംഭരന് ഭാര്യ കരൾ പകർത്ത് നൽകാൻ തയ്യാറായിട്ടുണ്ടെങ്കിലും ശസ്ത്രക്രിയയ്ക്കുള്ള പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. 2 മക്കളും ഭാര്യ മാധവമടങ്ങുന്ന നിർധന കുടുംബം. വീടും സ്ഥലവും വിറ്റാണ് ചികിത്സയ്ക്കുള്ള 10 ലക്ഷം രൂപ ഇതുവരെ കണ്ടെത്തിയത്. കരൾ സംബന്ധമായ അസുഖം ബാധിച്ച് എറണാകുളം അമൃത ആശുപത്രിയിൽ കഴിഞ്ഞ 5 വർഷമായി വിശ്വംഭരൻ ചികിത്സയിലാണ്. 30 ലക്ഷം രൂപയാണ് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി വേണ്ടത്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ശിവദാസ് ചെയർമാനായും ഷീല തിലകൻ കൺവീനറായും സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിനായി 9846937194 എന്ന നമ്പറിലാണ് ബന്ധപ്പെടേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി 9846937194. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി മടവക്കര ശ്രീഭദ്ര ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഗോപൂജ നടത്തി. മടവക്കര നെല്ലംകുളക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലായിരുന്നു ഗോപൂജ. ബാലഗോകുലം സംസ്ഥാന സംഘടനാ കാര്യദർശി CK സുനിൽകുമാർ ഗോപൂജ സന്ദേശം നൽകി. ആഘോഷ സമിതി അംഗങ്ങളായ MG ജയൻ, AT രതീഷ്, മനു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ബാലസാഹിത്യകാരി സുമംഗലയെ വടക്കാഞ്ചേരി പ്രസ് ഫോറത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു. പ്രസ് ഫോറം അംഗങ്ങൾ സുമംഗലയുടെ കുമരനെല്ലൂരിലുള്ള വസതിയിലെത്തിയാണ് ആദരിച്ചത്. പ്രസിഡന്റ് V മുരളി, സെക്രട്ടറി ശശികുമാർ കൊടക്കാടത്ത്, V കേശവൻ, TD ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് അരി വിതരണം ചെയ്തു. ലയൺസ് ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി MS പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. PK ജോൺസൺ, KK ബാബുരാജ്, P പവിത്രൻ, പ്രൊഫസർ വർഗീസ് മത്രായി എന്നിവർ സംസാരിച്ചു. 500 കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. കഴിഞ്ഞ വർഷം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടെ മരിച്ച ബാലുവിൻ്റെ സ്മരണാർത്ഥം മുത്തുമലയിൽ അനുസ്മരണ സമ്മേളനവും രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തദാന സേനാ രൂപീകരണവും നടത്തി. ശ്രീമുരുക ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചടങ്ങിൻ്റെ ഉദ്ഘാടനം താലൂക്ക് സംഘചാലക് PK സുബ്രഹ്മണ്യൻ നിർവഹിച്ചു. BMS പഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പൊട്ടനാട് അധ്യക്ഷനായിരുന്നു. താലൂക്ക് ഭൗതിക പ്രമുഖ് PK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് റോയ് വിശിഷ്ടാതിഥിയായിരുന്നു. രാജു എടപ്പറമ്പിൽ, സന്തോഷ് വെള്ളാപ്പള്ളി, രഘു താണിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. അവശത അനുഭവിക്കുന്ന ദമ്പതികൾക്ക് ചികിത്സാ സഹായ വിതരണവും അന്നദാനവും നടത്തി. എടമുട്ടം ആൽഫ പെയിൻ ക്ലിനിക്കിൽ വിവാഹിതരായ വധുവരന്മാർക്ക് ആശംസ നേരാൻ സമൂഹത്തിലെ നാനാതുറകളിൽ നിന്നുള്ള പ്രമുഖരെത്തി. ആൽഫയിൽ പാലിയേറ്റീവ് പരിചരണം തേടുന്നവരുടെ മക്കളായ 6 യുവതികളാണ് വരണമാല്യം അണിഞ്ഞത്. വിവിധ മതങ്ങളിൽപ്പെട്ട 6 യുവതികളും തങ്ങളുടെ മതാചാര പ്രകാരമാണ് വിവാഹിതരായത്. 5 പവൻ സ്വർണ്ണാഭരണത്തോടൊപ്പം 50,000 രൂപയും യുവതികൾക്ക് ആൽഫ സമ്മാനമായി നൽകി. ഒപ്പന തുടങ്ങി ആൽഫ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും വിവാഹ ചടങ്ങിനെ മോടികൂട്ടി. ആൽഫ രക്ഷാധികാരികളായ നടൻ ഇന്നസെന്റ്, പ്രവാസി വ്യവസായി TA സുന്ദർമേനോൻ, ഡോക്ടർ മോഹൻദാസ്, സാജൻ മാത്യു തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ വധുവരന്മാർക്ക് ആശംസകൾ നേർന്നു. ആൽഫ ചെയർമാൻ KM നൂറുദ്ദീൻ്റെ നേതൃത്വത്തിലാണ് വിവാഹ ചടങ്ങുകൾ ഒരുക്കിയത്.
മാള ഫൊറോനപ്പള്ളിയിലെ വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ തിമിര രോഗ നിർണയ ക്യാമ്പ് നടത്തി. അസിസ്റ്റന്റ് വികാരി മെൽബിൻ പെരേപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കൗൺസിൽ പ്രസിഡന്റ് എ എൽ ജോസഫ് അധ്യക്ഷനായിരുന്നു. ഷാജു വറീദ്, സേവർ തളിയനായത്ത്, കെ സി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കാറളം ഗ്രാമപഞ്ചായത്തിന്റെയും കാട്ടൂർ പോലീസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കെയർ പദ്ധതി പ്രകാരം മുതിർന്ന പൗരന്മാർക്കുള്ള വയോജന മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. കാറളം ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം തോമസ് ഉണ്ണിയാടൻ MLA നിർവഹിച്ചു. കാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ഓമന അധ്യക്ഷയായിരുന്നു. മരുന്നുകളുടെ വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം അനിത രാധാകൃഷ്ണൻ നിർവഹിച്ചു. കാട്ടൂർ SI KM വാസുദേവൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PG ശങ്കരനാരായണൻ, ASI PI ജഗദീശൻ എന്നിവർ സംസാരിച്ചു. DYFI വള്ളത്തോൾ നഗർ ബ്ലോക്ക് പഠന ക്യാമ്പ് തിച്ചൂർ സരസ്വതി വിദ്യാനികേതൻ സ്കൂളിൽ നടന്നു. DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി CC സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KK ജയരാജ് അധ്യക്ഷനായിരുന്നു. MR രതിമോഹൻ, C ശെൽവകുമാർ, P ശങ്കരൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളുടെ ക്ലാസുകളും നടന്നു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃപ്രയാർ വാഴക്കുളം ക്ഷേത്രത്തിൽ ഗോപൂജയും ഉറിയടി മത്സരവും നടത്തി. പ്രവീൺ ശാന്തി ഗോപൂജയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗോപൂജയ്ക്ക് ശേഷം കുട്ടികളുടെ മേളത്തോടെ ഉറിയടി മത്സരവും നടന്നു. മത്സരത്തിന് അഭിൻ വിവേകാനന്ദ, ദിൽരാജ്, സനൽ പനിക്കൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടുപച്ചയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മാരാത്തുകുന്നിലെ വീട്ടമ്മമാർക്ക് കൂൺ കൃഷിയിൽ പരിശീലനം നൽകി. വീട്ടമ്മയായ ഷീബ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഷെരീഫ് അധ്യക്ഷനായിരുന്നു. പരിശീലനത്തിന് M മുഹമ്മദ് നേതൃത്വം നൽകി. കിഴുപ്പള്ളിക്കര പ്രവാസി അസോസിയേഷന്റെയും താന്യം ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ സമ്പൂർണ്ണ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കിഴുപ്പള്ളിക്കര നളന്ദ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗീതാഗോപി MLA നിർവഹിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PR സുശീല അധ്യക്ഷയായിരുന്നു. TN പ്രതാപൻ MLA മുഖ്യാതിഥിയായിരുന്നു. SSLC പരീക്ഷയ്ക്ക് തുടർച്ചയായി 9ാം തവണയും 100% വിജയം നേടിയ നളന്ദ സ്കൂളിനെയും വിദ്യാർത്ഥികളെയും ആദരിച്ചു. പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് മുൻസിർ പുതിയ വീട്ടിൽ, സെക്രട്ടറി മോഹനൻ തേവർക്കാട്ടിൽ, വാർഡംഗം CL ജോയ്, ബൽറാം ഞാറ്റുവെട്ടി, നൌഫൽ പൂവാമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. എടമുട്ടം പാലപ്പെട്ടി അഭിമന്യു ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോപൂജ നടത്തി. ചീരംകുളം ദുർഗാഭഗവതി ക്ഷേത്ര പരിസരത്ത് നടന്ന ഗോപൂജയ്ക്ക് വിവേകശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബാലഗോകുലം പ്രസിഡന്റ് പ്രജീഷ് ചീരകുളം, ഭാരവാഹികളായ KK അജയ്, BG വൈശാഖ്, PJ ജിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. SN ചന്ദ്രിക എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സമാദരണം സിനിമാ താരം ഇന്നസെന്റ് ഉദ്ഘാടനം ചെയ്തു. PSC അംഗവും കഥാകൃത്തുമായ അശോകൻ ചെരുവിൽ അധ്യക്ഷനായിരുന്നു. PK ഭരതൻ, ഡോക്ടർ CK രവി, ഡെപ്യൂട്ടി കളക്ടർ EV സുശീല, കോട്ടയം DYSP TV സജീവൻ, PR ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങൽകുത്തിൽ കരടിയുടെ ആക്രമണത്തിൽ ആദിവാസിക്ക് പരിക്കേറ്റു. കാടർ കോളനിയിലെ 45 വയസ്സുള്ള കുമാരനെയാണ് കരടി ആക്രമിച്ചത്. ഡാമിന് താഴെ മീൻ പിടിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഗുരുതര പരിക്കേറ്റ കുമാരനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എളനാട് തൃക്കണായിൽ വീടിന് തീപിടിച്ചു. തൃക്കണായ നരിക്കുണ്ട് പുളിക്കൽ വീട്ടിൽ ജയന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ജയനും ഭാര്യ അശ്വതിയും മക്കളായ അർജുൻ, ദേവിക, ജയന്റെ അമ്മ ദേവിക എന്നിവരും വീട്ടിലുണ്ടായിരുന്നു. വലിയ ശബ്ദം കേട്ടതിനെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ തീ അണച്ചെങ്കിലും വീട് പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. വഴി മോശമായതിനെ തുടർന്ന് ഫയർഫോഴ്സ് വീട്ടിലെത്താതെ മടങ്ങി. അടുക്കളയിൽ നിന്നാകും തീ പടർന്നതെന്ന് കരുതുന്നു. AYF വെങ്കടങ്ങ് പഞ്ചായത്ത് കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് VJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. KH നജീബ്, AM ഷഫീർ, ബെന്നി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പേരാമ്പ്രയിൽ ഭാര്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ഭർത്താവ് പോലീസിൽ കീഴടങ്ങി. പേരാമ്പ്ര കണ്ണമ്പള്ളി ജോസഫാണ് ഭാര്യ ജോളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ഗുരുതരമായി പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്ക് 40ഓളം സ്റ്റിച്ചുകളുണ്ട്. ഉറങ്ങിക്കിടക്കുന്നതിനിടയിലാണ് ജോളിക്ക് വെട്ടേറ്റത്. സംഭവത്തിന് ശേഷം ഇയാൾ കൊടകര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഗൾഫിലായിരുന്ന ജോസഫ് അടുത്തിടെയാണ് നാട്ടിൽ വന്നത്. ഭാര്യയെക്കുറിച്ചുള്ള സംശയമാണ് സംഭവത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കരയാമുട്ടം വിവേകാനന്ദ സേവാകേന്ദ്രത്തിന്റെയും സെന്റ് ജോൺ ആംബുലൻസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃപ്രയാറിൽ സൗജന്യ മുഖവൈകല്യ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. സേവാകേന്ദ്രം പ്രസിഡന്റ് അനിൽ പാടൂർ അധ്യക്ഷനായിരുന്നു. സേവാകേന്ദ്രം സെക്രട്ടറി ബിജോയ് പാണങ്ങാട്ട്, വിഷ്ണു വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. 70 പേരാണ് തുടർ ചികിത്സാ ക്യാമ്പിൽ നിന്ന് സൗജന്യ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത്തവണ 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ലഭ്യമാക്കുന്നതെന്ന് സേവാകേന്ദ്രം കോർഡിനേറ്റർ പ്രദീപ് മുതിരപ്പറമ്പിൽ അറിയിച്ചു. ബാലഗോകുലം മുല്ലശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അഷ്ടമിരോഹിണിക്ക് മുന്നോടിയായി കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ നടന്നു. മുല്ലശ്ശേരി ഹിന്ദു UP സ്കൂളിൽ നടന്ന മത്സരങ്ങൾ വെങ്കടേശ്വരൻ എംബ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു.
ബാലഗോകുലം താലൂക്ക് അധ്യക്ഷൻ PV സുദേവ് അധ്യക്ഷനായിരുന്നു. KV സുധീർ, MV രത്നാകരൻ, ഷെമ്മി അളവല്ലി എന്നിവർ സംസാരിച്ചു. രാമായണ പ്രശ്നോത്തരി, കൃഷ്ണനെ പൊട്ടുതൊടൽ, പൂക്കളം തുടങ്ങിയ മത്സരങ്ങളാണ് നടന്നത്. ശ്രീകൃഷ്ണ ജയന്തിയുടെ മുന്നോടിയായി മണലൂർ പഞ്ചായത്ത് ഹിന്ദു സേവാ സംഘത്തിൻ്റെയും ബാലഗോകുലത്തിൻ്റെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. പാന്തോട് പഴങ്ങാപ്പറമ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്ര കാരമുക്ക് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമാപിച്ചു. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് പൊട്ടേക്കാട്ട്, BJP ജില്ലാ സമിതി അംഗം PK ലാൽ, ജയപ്രസാദ് പണിക്കർ എന്നിവർ നേതൃത്വം നൽകി. കേരളേശ്വര പുലയ മഹാസഭ സംഘടിപ്പിച്ച അയ്യങ്കാളി ജന്മദിനാഘോഷത്തിന്റെ സമാപനവും അയ്യങ്കാളി പുരസ്കാര സമർപ്പണവും കൊടുങ്ങല്ലൂരിൽ നടന്നു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം TN പ്രതാപൻ MLA ഉദ്ഘാടനം ചെയ്തു. സഭാ പ്രസിഡന്റ് VK സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. മുൻ നഗരസഭ ചെയർമാൻ PA ഗോപിക്ക് അയ്യങ്കാളി പുരസ്കാരം സമ്മാനിച്ചു. നഗരസഭ ചെയർപേഴ്സൺ KB മഹേശ്വരി വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ടൗൺ സഹകരണ ബാങ്ക് ചെയർമാൻ KU ശിവാനന്ദൻ മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. CI M സുരേന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് TA ഗിരീഷ് കുമാർ, കൗൺസിലർ VG ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവേകാനന്ദ ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ നെടുമ്പൾ കിഴുത്തുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഗോപൂജ നടത്തി. KS നാരായണ നമ്പൂതിരി നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ സേവാഭാരതി താലൂക്ക് വൈസ് പ്രസിഡന്റ് ശിവദാസ് പള്ളിപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ബാലഗോകുലം താലൂക്ക് സംഘടനാ കാര്യദർശി VV രഞ്ജിത്ത് അധ്യക്ഷനായിരുന്നു. RSS മണ്ഡലം ബൗദ്ധിക് പ്രമുഖ് MG സന്ദീപ്, അഭിജിത്ത് കളരിക്കൽ, NR രാഹുൽ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ലൈഫ് ഗാർഡ്സ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് സൂപ്രണ്ട് S അജിത ബീഗം നിർവഹിച്ചു. ലൈഫ് ഗാർഡ്സ് പ്രസിഡന്റ് CC ബാബുരാജ് അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ അച്യുതൻ താക്കോൽദാനം നിർവഹിച്ചു. ഡോക്ടർ C രവീന്ദ്രനാഥ് യൂണിഫോം വിതരണം നടത്തി. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ്, P പവിത്രൻ, PM റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. പെരുമ്പള്ളിശ്ശേരിയിൽ ഓട്ടോ മറിഞ്ഞ് അമ്മാടം സ്വദേശി തേക്കാനത്ത് ജോഷി, മകൾ ആൻമരിയ എന്നിവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചേർപ്പ് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. BKMU വെങ്കടങ്ങ് പഞ്ചായത്ത് കൺവെൻഷൻ ജില്ലാ സെക്രട്ടറി CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. EV മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. കൊച്ചപ്പൻ വടക്കൻ, KV വിനോദൻ, VR മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് കഴിമ്പ്രം അമ്പാടി ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗോപൂജ നടന്നു. പ്രജീഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തെരഞ്ഞെടുത്ത ഗോക്കൾക്കുള്ള സമ്മാനദാനം PR താരനാഥൻ നിർവഹിച്ചു. MN സുരേഷ്, MH വിഷ്ണു, PK വിഷ്ണു എന്നിവർ നേതൃത്വം നൽകി. മാപ്രാണം കുരിശുമുത്തപ്പൻ്റെ തിരുനാളോടനുബന്ധിച്ച് മാസ് ലീവ് അസോസിയേഷൻ ഫോർ റൂറൽ ഗൈഡൻസിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൻ്റെ സഹകരണത്തോടെ സൗജന്യ ക്യാൻസർ പരിശോധന ക്യാമ്പ് നടത്തി. മാപ്രാണം ഹോളി ക്രോസ് ഹൈസ്കൂളിൽ നടന്ന ക്യാമ്പ് ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ ബെൻസി ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു. ഹോളി ക്രോസ് തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോസ് മാളിയേക്കൽ അധ്യക്ഷനായിരുന്നു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭയുടെ ജില്ലാ കൺവെൻഷൻ തൃശ്ശൂരിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജേഷ് പാലങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് CK ചാമിക്കുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാമദാസ്, PT ബെയൻഷ ശാന്ത, AP ഉണ്ണി, BS ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചണ്ടി നിറഞ്ഞ വിയൂർ തന്നേങ്കാവ് തുലാംകുളം വൃത്തിയാക്കി. വാർഡ് കൗൺസിലർ NA ഗോപകുമാർ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു. ഒമേഗ കൾച്ചറൽ സൊസൈറ്റിയിലെയും ശ്രീനാരായണ കാവടി സമാജത്തിലെയും 25ഓളം പ്രവർത്തകരാണ് കുളം വൃത്തിയാക്കിയത്. കോർപ്പറേഷൻ പരിധിയിലുള്ള കുളങ്ങളിൽ മത്സ്യബെട്ടിന്റെ നേതൃത്വത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയാണ് തുലാം കുളം വൃത്തിയാക്കിയത്. കാവ്യമറ്റം സംഘടനയുടെ ആഭിമുഖ്യത്തിൽ തൃശ്ശൂരിൽ ഓണം കവിയരങ്ങ് നടത്തി. ജോയ് ചിറമൽ, വർഗീസ് ആന്റണി, സതീഷ് മാമ്പ്ര, സതി അങ്കമാലി, KR ദേവദാസ്, ബീന പോൾ, ഷീജ മലാക്ക, പുലരി ഉണ്ണിയർ എന്നിവർ പങ്കെടുത്തു. മണ്ണുത്തി ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെയും ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ക്ലബിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ സൗജന്യ ശ്വാസകോശ രോഗനിർണയ ക്യാമ്പ് നടത്തി. കൗൺസിലർ ജയശ്രീ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ MK വർഗീസ് അധ്യക്ഷനായിരുന്നു. മണ്ണുത്തി SI KT പ്രേംജൻ, ജനമൈത്രി അംഗങ്ങളായ ഭാസ്കരൻ, K മാധവൻ, KK സുബ്രഹ്മണ്യൻ, COPD ക്ലബ് പ്രസിഡന്റ് ഫ്രാൻസിസ് പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആസ്മ രോഗത്തെക്കുറിച്ച് റിൻഡോ ലോറൻസ് ക്ലാസ് എടുത്തു. ശ്വാസകോശ രോഗികൾക്ക് പരിശോധനയും സൗജന്യ മരുന്ന് വിതരണവും നടത്തി. 100ഓളം പേർ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും.
എരുമപ്പെട്ടി നെല്ലുവായിൽ ട്രാവലറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. നെല്ലുവായി സ്വദേശികളായ അഖിലേഷ്, മനു എന്നിവരാണ് മരിച്ചത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനോട് ചേർന്നുള്ള പഴയ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൽ പൊട്ടിത്തെറി, 3 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ സ്ത്രീയുടെ ഇടതുപാദം മറ്റു. LDF പ്രതിഷേധത്തെ തുടർന്ന് പുതുക്കാടും കൈച്ചേരിയിലും നിശ്ചയിച്ചിരുന്ന പരിപാടികൾ മുഖ്യമന്ത്രി ഉപേക്ഷിച്ചു. മുഖ്യമന്ത്രി എത്തില്ലെന്ന് ഉറപ്പായതോടെ പ്രതിഷേധ മാർച്ച് നടത്തി സമരക്കാർ പിരിഞ്ഞുപോയി. പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ 2 വൻ പോലീസ് സന്നാഹം. പാലയൂർ മാർത്തോമ തീർത്ഥങ്കരം സന്ദർശിക്കാനെത്തിയ സീറോ മലബാർ സഭയിലെ ബിഷപ്പുമാർക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. ലൈംഗിക അരാജകത്വവും അധാർമികയും നടമാടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മാർ ജോർജ് ആലഞ്ചേരി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു.